ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം, ഇപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോകളൊക്കെ വിട്ടു അല്ലേ. ഇപ്പോൾ പരീക്ഷാ കാലമാണ്, എല്ലാവരും ടെൻസ്ഡ് ആയിരിക്കും. പ്രതി പബ്ലിക് എക്സാം എഴുതുന്ന ആൾക്കാർ ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കഴിഞ്ഞാൽ മതി. പണ്ട് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞു, ന്യൂട്ടൺ ഇതൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടാണ് അയാളുടെ തലയിൽ ആപ്പിൾ വീണതിന് പകരം തേങ്ങ വീണെങ്കിൽ ഇതൊന്നും പഠിക്കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, അവരൊക്കെ ചെയ്ത സാക്രിഫൈസിൻ്റെ ഫലമായിട്ടാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ടെക്നോളജി, മൊബൈലും അല്ലെങ്കിൽ ഇതൊക്കെ. ഇപ്പോൾ ന്യൂട്ടൺ മൊബൈൽ കണ്ടുപിടിച്ചു എന്നല്ല പറയണേ, അന്ന് ന്യൂട്ടൺ ഇല്ല. ഓക്കെ, മൊബൈൽ കണ്ടുപിടി, പക്ഷെ ന്യൂട്ടനൊക്കെ ഫിസിക്സിലുള്ള ആ പ്രിൻസിപ്പിൾസിന് തുടർച്ചയായിട്ടാണ് നമ്മൾ കാണുന്ന മൊബൈലും കമ്പ്യൂട്ടറും അല്ലെങ്കിൽ ഈ പറഞ്ഞ എയും ഒക്കെ ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പിന്തുടർച്ചക്കാരാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മാർക്ക് കിട്ടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ആർക്കെങ്കിലും മാർക്ക് കിട്ടണമെന്ന് ആഗ്രഹമില്ലാത്തവരാരുണ്ടോ? ഇല്ല. ചെറിയ ക്ലാസ്സിലൊക്കെ എല്ലാ കുട്ടികളും പഠിക്കാൻ നല്ല ആഗ്രഹമുള്ള ആൾക്കാരാണ്, നന്നായിട്ട് പഠിച്ചിരുന്ന ആൾക്കാർ തന്നെയാണ്. കാരണം ചില പാരൻസൊക്കെ എന്നോട് വന്ന് പറയാറുണ്ട്, ഞാനൊരു 2500-ലധികം ഒരു 10,000-15,000 കുട്ടികളൊക്കെ പഠിപ്പിക്കാനും ഒരു പാരൻസൊക്കെ സംസാരിക്കാനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കുട്ടികളെ കുറിച്ച് പഠിക്കുന്നതിന് എനിക്ക് താല്പര്യമുള്ള ഒരാളാണ്. കഴിഞ്ഞ 10-20 വർഷത്തോളമായിട്ട് ഇങ്ങനെ അതിലൊരു ചെറിയ റിസർച്ച് നടത്തുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പോൾ ഏതൊരാൾക്കും പഠിക്കാം, വിജയിക്കാം. പക്ഷേ അവിടെ കുറേ ബ്ലോക്കുകളാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്, LKG-യിലൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ അപ്പോൾ ഒരു ഇതിൽ പറയുന്ന ടീച്ചർ ഇഷ്ടമായാൽ കുട്ടിക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു പറയുന്ന കാര്യം. അപ്പോൾ ടീച്ചർമാർക്ക് തങ്ങളെ എല്ലാ കുട്ടികളും ഇഷ്ടം, നമ്മൾ ടീച്ചറെ ഇഷ്ടപ്പെടുകയാണ് വേണ്ടത്. ടീച്ചർമാർക്ക് എല്ലാ കുട്ടികളെയും തങ്ങളെ ഇഷ്ടപ്പെടുത്താൻ പോകാമെന്ന് പറഞ്ഞ ടീച്ചർമാർക്ക് അത് പ്രായോഗികമായിരിക്കുന്നില്ല. അപ്പോൾ ഓരോ ടീച്ചറിനും ഓരോ ടീച്ചറിൻ്റെതായ കഴിവുകളും ഒക്കെ ഉണ്ടാവും. പിന്നെ ടീച്ചിങ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു ജോലിയല്ല എന്നുള്ളത് കുട്ടികളായി നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ ഇറ്റ് ഈസ് ദ നോബിളസ്റ്റ് ഓഫ് ദ നോബിൾ പ്രൊഫഷൻ, ഒരു ഏറ്റവും ജോലികളിൽ ഏറ്റവും നോബിളായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇന്ന് ഇപ്പോൾ ടീച്ചർമാരുടെ ഒക്കെ നമ്മൾ സമൂഹം കൊടുക്കുന്ന വിലയൊക്കെ നോക്കുമ്പോൾ വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോകാനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചെറുപ്പത്തിൽ പഠിക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് നമ്മളൊക്കെ. ഇപ്പോഴും നമുക്ക് ഇൻ്റർനെറ്റിനെ കുറിച്ച് വേറെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സിലബസിന് അപ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള കുറേ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റ് അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് കണ്ട് പേടിക്കണ്ട. ഇപ്പോൾ മാത്സ് കണ്ട് അതിൽ ഇത് കണ്ട് പേടിക്കണ്ട. പകരം ആ മാത്സിനെ അല്ലെങ്കിൽ ആ സയൻസിനെ ഇഷ്ടപ്പെടുക. കാരണം ഈ മാത്സ് അല്ലെങ്കിൽ സയൻസാണ് നമ്മുടെ ലൈഫിന് എല്ലാ സബ്ജക്റ്റും, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് ഉപകാരപ്രദമായുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, പഠിക്കുന്ന സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുക. അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പുസ്തകങ്ങൾക്കൊക്കെ കുറിച്ചുള്ള അറിവുകളോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലുള്ള അറിവുകളൊക്കെ നിങ്ങൾക്ക് നൽകുമായിരിക്കും. എന്നിട്ട് നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, എവിടെയാണ് ഇത് അപ്ലൈ? പലരും ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം, ഞാൻ സൈൻ തീറ്റ കോസ് തീറ്റ പഠിച്ചിട്ട് എന്താ കാര്യം, സിനിമയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അത് കാര്യമുള്ള ആൾക്കാരുണ്ട്. ഇപ്പം എല്ലാവരും ഇപ്പോൾ എൻജിനീയേഴ്സും ഡോക്ടേഴ്സും ഒന്നും ആവുന്നില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെ അതിൻ്റെ അപ്ലിക്കേഷൻ ലെവലിൽ ഒന്ന് പഠിക്കുക. അല്ലെങ്കിൽ എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത്, അറിവുള്ളവരോട് ചോദിച്ചാലൊക്കെ അവർ പറഞ്ഞുതരും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു ഡ്രീം, ഇപ്പോൾ ചിലപ്പോൾ പലർക്കും പല ആഗ്രഹങ്ങളായിരിക്കും. എന്തായാലും എൻ്റെ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ അനുഭവങ്ങളുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ പഠനം കൊണ്ട് ആർക്കും ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല, നേട്ടം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളൊക്കെ പിന്നീട് വളരെ മധുരമായിട്ട് തോന്നും. ഇന്ന് നിങ്ങൾ പഠനത്തിന് വേണ്ടി എടുത്തിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നാളെ നിങ്ങളുടെ വലിയ സന്തോഷങ്ങളായിട്ട് മാറും. അപ്പോൾ പലരും ചിലപ്പോൾ ആലോചന പഠിച്ചിട്ട് ജോലി കിട്ടാതെ നടക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ മനസ്സിൻ്റെ ഒരു ഭാവമാണ്. പഠിച്ചിട്ട് ജോലി കിട്ടാത്ത ആൾക്കാരെ നിങ്ങളോട് കമൻറ്റ് ചെയ്തു, അവർക്ക് ആത്മാർത്ഥമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ജോലി സൗകര്യങ്ങളൊക്കെ നമുക്ക് ജോലി കണ്ടെത്താൻ അവരെ സഹായിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോടും പാരൻസിനോടൊക്കെ എനിക്ക് പറയാനുള്ളത്, അതുപോലെ പാരൻസും ഈ പരീക്ഷാക്കാലത്ത് കുട്ടികളെ ഓവർ സ്ട്രെയിൻ ചെയ്യിക്കാതെ, സ്ട്രെസ്സ് കൊടുക്കാതെ അവർക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. അവർ നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. കാരണം പഠിക്കുമ്പോൾ പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വെള്ളം കഴിയും, ഭക്ഷണമൊക്കെ കൃത്യമായിട്ടുള്ളൊരു ദിനചര്യ വേണം. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇന്നത്തെ എൻ്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടേക്കുക. അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കഷ്ടപ്പെടാതെ പഠിക്കാം. കഷ്ടപ്പെട്ട് പഠിക്കാനാണ് ഞാൻ പറയാറ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒരിക്കലും കഷ്ടപ്പാടില്ല. കാരണം നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ നമ്മുടെ പഠനത്തിന് ഇഷ്ടപ്പെട്ട പ്രോത്സാഹിക്കാൻ കഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച് പഠിക്കുക. അതൊരു ഭയങ്കരമായുള്ളൊരു അനുഭവമാണ്. പഠനം ഒരു ആസ്വാദ്യകരമായുള്ളൊരു അനുഭവമാക്കി മാറ്റാനായിട്ട് നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റ് ടിപ്സൊക്കെ വേണമെങ്കിൽ ഇവിടെ ഇട്ടുള്ളൂ, ഞാനിടയ്ക്ക് ഇങ്ങനെയുള്ള ചെറിയ വീഡിയോകളൊക്കെ ഇടാം. അതുപോലെ നിങ്ങളെല്ലാവരും ആസ്വദിച്ച് പഠിക്കണം എന്നാണ്. ചെറിയ കാര്യം പഠിക്കുമ്പോഴും മനസ്സിലത് കേന്ദ്രീകരിച്ച് നിങ്ങളുടെ പഠനത്തിനെ ഒരു രസകരമായ അനുഭവമാക്കി മാറ്റുവാൻ എല്ലാവർക്കും കഴിയട്ടെ. അതിന് നമ്മുടെ പാരൻസും ടീച്ചേഴ്സും കുട്ടികളെ സപ്പോർട്ട് ചെയ്യട്ടെ എന്നും കൂടി ആശംസിച്ചിട്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു. മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക.